ഈ മരുന്ന് ഇപ്പോൾ ഒരു കുപ്പി കഴിച്ച് രണ്ടാമത്തത് കഴിക്കുന്നു. എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ കഥപ്പുണ്ടായിരുന്നു, മാറി. പിന്നെ ഈ മൂലക്കുരുവിൻ്റെ കാര്യം പറഞ്ഞു, അത് ഈ കോഴി ഇറച്ചി തിന്നുമ്പോൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പം അത് ഉണ്ടാകുന്നില്ല. പിന്നെ ഒരു നല്ലൊരു ഉണർവുണ്ട്. അപ്പം എനിക്ക് തന്നെ തോന്നി പണ്ടത്തെ പോലെ അല്ലല്ലോ. മറ്റേത് എനിക്കിങ്ങനെ ക്ഷീണമാണ്. അപ്പോൾ എനിക്ക് തന്നെ നല്ലൊരു ഉണർവ്. പിന്നെ മറ്റുള്ളവർ പറഞ്ഞ് എൻ്റെ മുഖത്തിന് ഇപ്പം ആ കരിവാളിപ്പൊക്കെ മാറി എന്നൊക്കെ പറയും. പിന്നെ ഈ അമ്പലത്തിൽ വന്നാലും കുറച്ച് നടന്ന് ഒക്കെ വരുമ്പോൾ എനിക്കൊരു കഥപ്പുണ്ടായിരുന്നു, അതൊക്കെ കുറവുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. പ്രഷർ, ഷുഗർ എല്ലാം കഴിഞ്ഞ മാസം എല്ലാം കൂടുതലായിരുന്നു. ഇത് കഴിക്കുന്നതിന് മുമ്പ് ഇതിനായിട്ടല്ല, ഞാൻ സ്ഥിരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ എല്ലാം കൂടുതലായിരുന്നു. അപ്പം വേറൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ച് അങ്ങനെ അവിടുന്ന് ഷുഗറിൻ്റെ കൂടെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഷുഗറിൻ്റെത് കഴിച്ച് അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ആശ വന്ന് പറഞ്ഞ് അമ്മ ഗുളിക നിർത്തണ്ട, അതിൻ്റെ കൂട്ടത്തിൽ ഇതും കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കഴിച്ച് ഈ മാസം ചെന്ന് ഞാൻ നോക്കിയപ്പോൾ എല്ലാം തീരെ കുറവാണ്. അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ഇനി ഷുഗറിൻ്റെത് അമ്മച്ചി കഴിക്കണ്ട. എത്ര ഉണ്ടായിരുന്നു? ആദ്യം അത് അത്രയായിരുന്നു. കൊളസ്ട്രോൾ 262, പ്രഷറും കുറഞ്ഞു. ഒരുപാട് വ്യത്യാസമുണ്ട്. അല്ല, ഉണ്ടായിരുന്നു, അധികം നടക്കത്തില്ലായിരുന്നു. ഇവിടെ ഞാൻ ബൈപ്പാസേ വെളുപ്പിനെ പോയി നടക്കും. ഇപ്പൊ എനിക്ക് ആ കയറ്റമൊക്കെ കയറാം. അത് നമ്മുടെ എനറോണിന്റെ ഏറ്റവും വലിയൊരു ഗുണം തന്നെയാണ്. വിശ്വസിക്കുന്നു. അത് എനിക്ക് ഇനി കഴിക്കണമെന്നുണ്ട്. കഴിക്കണം, തീർച്ചയായിട്ടും കഴിക്കണം. നമ്മളിപ്പോ ഒരു ബോട്ടിലല്ലേ കഴിച്ചിട്ടുള്ളൂ. അമ്മ രണ്ടാമത്തെ ബോട്ടിൽ ഇപ്പൊ കഴിക്കാൻ തുടങ്ങിയില്ലേ. ഇനി എനിക്കത് കഴിക്കണമെന്ന് മനസ്സുകൊണ്ട് അതങ്ങ് കഴിച്ചേക്കാൻ തോന്നുന്നു. ഒരു 4 ബോട്ടിൽ പോലും മുടങ്ങാതെ കഴിക്കുന്ന ആഗ്രഹം. അപ്പൊ ആശയുടെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ആശ വൈകിട്ടത്തേക്ക് കഴിക്കാനില്ല, അമ്മയ്ക്ക് വേറെ കുപ്പിയുണ്ട്, അത് തരാന്ന് പറഞ്ഞു. മുടങ്ങാതെ കഴിക്കുന്നു. ശരി അമ്മ. ഇത്ര റിസൾട്ടുകളൊക്കെ ഉള്ളോ?